नमस्कार साहब, श्रीमान प्राणब करने के लिए तैयार हैं? नमस्कार साहब। Salute! Note! देशीय सुरकर जनगण मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा। विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे तव शुभ आशीष मांगे। गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे। ഇന്ത്യ ഇന്ന് 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. 70 വർഷങ്ങളുടെ ദീർഘകാലത്തെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നമ്മുടെ പൗരന്മാരെന്ന രീതിയിൽ നമ്മളെ രാജ്യത്തിനോടുള്ള കടമ നിർവഹിക്കണമെങ്കിൽ നാം ആദ്യം നീതിബോധമുള്ളവരായിരിക്കും. നമ്മുടെ ഭരണഘടനയോട് നീതി പുലർത്തത്തക്ക രീതിയിൽ നമ്മളെല്ലാവരും പ്രതിജ്ഞാബദ്ധരായിരിക്കണം. നമ്മളെ ഈ ത്രിവർണം എന്ന് പറയുന്ന നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമാണ്. അതിനോട് നമുക്ക് എപ്പോഴും ബഹുമാനത്തോടെ കാണുകയും രാജ്യനിർമ്മാണത്തിന് വേണ്ടി സ്വന്തം ജോലിയിൽ ആത്മാർത്ഥത കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മളെല്ലാവരും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സയൻറ്റിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിന് സപ്പോർട്ടിംഗ് സ്റ്റാഫൊക്കെ ആയിട്ടോ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ നമ്മളെല്ലാവരും വളരെ ഊർജ്ജസ്വലരായിട്ട് ഈ നമ്മുടെ ജോലിയിൽ വ്യാപൃതരാണെങ്കിൽ നമുക്ക് വളരെ ഐശ്വര്യപൂർണ്ണമായിട്ട് നമ്മുടെ സ്ഥാപനത്തിന് മുന്നോട്ട് കൊണ്ടുപോകും. ഇത്തരം കാര്യങ്ങളെ നമ്മളെ സ്വയം ഓർമ്മപ്പെടുത്താനുള്ള ഒരു ദിനം കൂടിയാണ് സ്വാതന്ത്ര്യദിനം. അപ്പോൾ ഈ സ്വാതന്ത്ര്യദിനത്തിൽ എൻ്റെ കൗൺസിൽ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഊഷ്മളമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യദിന ആശംസ നേരുന്നു. അതോടൊപ്പം ഞാൻ മെമ്പർ സെക്രട്ടറിയെ 2 വാക്ക് പറയാൻ വേണ്ടിയിട്ട് ക്ഷണിക്കും. പ്രിയമുള്ളവരെ, രാജ്യം ഇന്ന് 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. 79 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ധീരരായ സ്വാതന്ത്ര്യ സേനാനികളെ ആദരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് രാജ്യം ഈ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ മുന്നോട്ട് കാണുന്ന ഓരോ പ്രവർത്തനത്തിനും അല്ലെങ്കിൽ നാം ഇന്ന് ആസ്വദിക്കുന്ന സ്വാതന്ത്ര്യത്തിന് പുറകിൽ വലിയൊരു 200 വർഷത്തോളമുള്ള സ്വാതന്ത്ര്യ സമര ചരിത്രമുണ്ട് എന്നുള്ള കാര്യം ആരും മറക്കരുത് എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഓരോരുത്തരും ഇന്ന് ആസ്വദിക്കുന്ന ഓരോ സ്വാതന്ത്ര്യവും അവരുടെ ജീവന് നൽകിക്കൊണ്ട് നടത്തിയ ധീര പോരാട്ടങ്ങളുടെ ഒരു ഫലം മാത്രമാണ് എന്ന് ഓർക്കുക. രാജ്യം ബഹുമാനപ്പെട്ട എച്ചുകുട്ടി വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ രാജ്യം എന്തായിരുന്നു 47-ലും അതിൽ 80 വർഷം കഴിഞ്ഞപ്പോൾ എന്താണ് എന്ന് നമ്മൾ ഓർക്കുക. എവിടെയാണ് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്? ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം ഉള്ളതിലേക്കും ഇനി പൂർണ്ണമായും നമ്മൾ 10-20 വർഷം കഴിയുമ്പോഴേക്കും ഒരു ഡെവലപ്ഡ് നേഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ജവഹർലാൽ നെഹ്റു മുതൽ മഹാത്മാഗാന്ധിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ സർക്കാരുകൾ അടിസ്ഥാനപരമായി ഉണ്ടാക്കിയ നേട്ടങ്ങളുടെ ഒരു വലിയ ഫലമാണ് നമ്മൾ ഇന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞാൻ തീർത്ത് പറയുന്നു. IIT-കളും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും അല്ലെങ്കിൽ അതുപോലുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും മുന്നോട്ട് IIM-ഉം എല്ലാം തുടങ്ങിയത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള IAS ഒഴിച്ചിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയും അതിലുള്ള നേട്ടങ്ങൾ, ശാസ്ത്ര നേട്ടങ്ങൾ രാജ്യത്തിന് തന്നെ അഭിമാനമായ രീതിയിൽ നമുക്ക് ഓരോ കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശാസ്ത്രത്തിന് നേട്ടം കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യ ദിനത്തിലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. നമുക്ക് രാജ്യത്തിന്റെ നേട്ടത്തിനായി
സംസ്ഥാനത്തിന് നേട്ടത്തിനായി, ജനങ്ങളുടെ നേട്ടത്തിനായി ശാസ്ത്രത്തെ ഉപയോഗിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ സ്വാതന്ത്ര്യത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനി മുല്ലകുസുമിത ദ്രുമദലശോഭിനി സുഹാസിനി സുമധുരഭാഷിണി സുഖദാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ